അറിയാമോ? സെൻട്രൽ ലൈനിലൂടെ മാത്രമേ പോകാവൂ കേട്ടോ. മറ്റേ ലൈൻ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. മറ്റേ ട്രക്കൊക്കെയാണ് സ്ലോവർ ട്രാക്കിലൂടെ പോകും. പക്ഷേ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാം. അതിലേക്കൂടെ നമുക്ക് സ്പീഡ് ഉണ്ടെന്ന രീതിയിൽ പോകാൻ പാടില്ല. ദേശീയ റോഡ് സുരക്ഷാ ക്യാമ്പയിന്റെ ഭാഗമായി പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് BEM ഗേൾസ് സ്കൂളിലെ SPC കേഡറ്റുകളുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത്. ഈ വർഷം ജനുവരി മാസം ട്രാഫിക് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളുടെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സിറ്റി ട്രാഫിക് പോലീസ് കോഴിക്കോട് സിറ്റിയുടെ ഭാഗമായി സിറ്റി അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റ് നടത്തിയതാണ്. പന്തീരങ്കാവ് ടോൾ പ്ലാസയിലും രാജാജി ജംഗ്ഷനിലും ആളുകൾക്ക് എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടതും സിഗ്നലുകളിൽ എങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നും സീബ്ര ലൈനിൽ എങ്ങനെ ക്രോസ് ചെയ്യണമെന്നും ആ രീതിയിലുള്ള ഒരു അവയർനെസ് BM സ്കൂളിലെ SPC സ്റ്റുഡൻസുമായിട്ട് ചേർന്നിട്ട് സിറ്റി ട്രാഫിക്കും പോലീസുമായിട്ട് ചേർന്നു. തുടർന്ന് പന്തീരങ്കാവിൽ നമ്മൾ അവിടുത്തെ അവരുടെ NHAയുമായി ബന്ധപ്പെട്ട് ഒരു അവയർനെസ് പ്രോഗ്രാം നടത്തിയതാണ്. പരിപാടിയുടെ ഭാഗമായി ഡ്രൈവർമാർക്ക് നിർദ്ദേശങ്ങളും ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്തു. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അബ്ദുൾ ഹക്കീം നേതൃത്വം നൽകി. ഞങ്ങൾ BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് മാനേജറിന്റെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ഇവിടെ റോഡ് സേഫ്റ്റിക്ക് ആൾക്കാർ വിഭാഗത്തിലേക്ക് വണ്ടി വെക്കുന്ന ആൾക്കാരെ ബാക്കോട്ടേക്ക് ആക്കാൻ വേണ്ടിയാണ് വന്നത്. റൂൾസ് പാലിക്കാത്തവർക്ക് റൂൾസ് ഒക്കെ പാലിപ്പിച്ച് ഞങ്ങളതായിട്ടുള്ള ബ്രൗഷർ കൊടുത്ത് മുട്ടായി കൊടുത്ത് ഈ ട്രാഫിക് റൂൾസ് ലംഘിക്കുന്ന ആൾക്കാർക്ക് കുറെ അപകടങ്ങളൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ കുറയ്ക്കാനുള്ള ലക്ഷ്യം വെച്ചിട്ടും കൂടിയാണ്.